ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഒരു ദിവസം ഇവിടെ തങ്ങുന്നതിൽ കാര്യമില്ല. ദർ ഈസ് നോ പോയിന്റ് ഇൻ സ്റ്റേയിങ് ഹിയർ ഫോർ എ ഡേ. തങ്ങുക അല്ലെങ്കിൽ താമസിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേ. കാര്യമില്ല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ പോയിന്റ്. ദർ ഈസ് നോ പോയിന്റ് ഇൻ സ്റ്റേയിങ് ഹിയർ ഫോർ എ ഡേ. ഒരു ദിവസം ഇവിടെ തങ്ങുന്നതിൽ കാര്യമില്ല. വഴിയിൽ നിന്ന് മാറുക, മൂവ് ഫ്രം ദ വേ. മാറുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മൂവ്. വഴി, വേ. മൂവ് ഫ്രം ദ വേ, വഴിയിൽ നിന്ന് മാറുക. നിങ്ങൾ എപ്പോഴാണ് വന്നത്? വെൻ ഡിഡ് യു കം. വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. എപ്പോൾ, വെൻ ഡിഡ് യു കം, നിങ്ങൾ എപ്പോഴാണ് വന്നത്? ഇപ്പോൾ പോലീസ് ചെയ്യേണ്ടതെല്ലാം ചെയ്യും. നൗ ദ പോലീസ് വിൽ ഡു വാട്ട് എവർ നീഡ്സ് ടു ബി ഡൺ. ഇപ്പോൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നൗ. ചെയ്യുക, ഡു. നൗ ദ പോലീസ് വിൽ ഡു വാട്ട് എവർ നീഡ്സ് ടു ബി ഡൺ. ഇപ്പോൾ പോലീസ് ചെയ്യേണ്ടതെല്ലാം ചെയ്യും. അതിനുശേഷം നിങ്ങൾ അവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ഹിം എനിവെയർ സിൻസ് ദെൻ. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സീ. എവിടെയെങ്കിലും, എനിവെയർ. ഹാവ് യു സീൻ ഹിം എനിവെയർ സിൻസ് ദെൻ. അതിനുശേഷം നിങ്ങൾ അവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വാട്ട് യു വാണ്ട് ഫ്രം മീ. വേണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വാണ്ട്. എന്നിൽ നിന്ന്, ഫ്രം മീ. വാട്ട് യു വാണ്ട് ഫ്രം മീ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എല്ലാ ദിവസവും 15-ാം തീയതി ഞങ്ങൾക്ക് ശമ്പളം ലഭിക്കും. വി ഗെറ്റ് എ സാലറി ഓൺ ദ 15th ഓഫ് എവറി മന്ത്. ലഭിക്കുക അല്ലെങ്കിൽ കിട്ടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗെറ്റ്. ശമ്പളം, സാലറി. എല്ലാ മാസവും, എവറി മന്ത്. വി ഗെറ്റ് എ സാലറി ഓൺ ദ 15th ഓഫ് എവറി മന്ത്. എല്ലാ മാസവും 15-ാം തീയതി ഞങ്ങൾക്ക് ശമ്പളം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ വാട്ട് ഐ ടോൾഡ് യു. ഓർക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിമെമ്പർ. പറയുക, ടെൽ, പറഞ്ഞു, ടോൾഡ്. ഡു യു റിമെമ്പർ വാട്ട് ഐ ടോൾഡ് യു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരിക്കലും എന്നെ ഒഴിവാക്കാനാവില്ല. യു ക്യാൻ നെവർ ഗെറ്റ് റിഡ് ഓഫ് മീ. ഒരിക്കലും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നെവർ. ഒഴിവാക്കുക, ഗെറ്റ് റിഡ് ഓഫ്. യു ക്യാൻ നെവർ ഗെറ്റ് റിഡ് ഓഫ് മീ. നിങ്ങൾക്ക് ഒരിക്കലും എന്നെ ഒഴിവാക്കാനാവില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഐ കനോട്ട് ഈവൻ തിങ്ക് സോ. കഴിയില്ല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കനോട്ട്. ചിന്തിക്കുക, തിങ്ക്. ഐ കനോട്ട് ഈവൻ തിങ്ക് സോ. എനിക്ക് അങ്ങനെ പോലും ചിന്തിക്കാൻ കഴിയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബ്ലെസ്. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി മുതൽ ഞങ്ങൾ നിങ്ങൾക്കായി പാചകം ചെയ്യും. നൗ ഓൺവേർഡ്സ് വി വിൽ കുക്ക് ഫോർ യു. ഇനി മുതൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നൗ ഓൺവേർഡ്സ്. പാചകം ചെയ്യുക, കുക്ക്. നൗ ഓൺവേർഡ്സ് വി വിൽ കുക്ക് ഫോർ യു. ഇനി മുതൽ ഞങ്ങൾ നിങ്ങൾക്കായി പാചകം ചെയ്യും. തീർച്ചയായും, ഡെഫിനറ്റ്ലി. നിങ്ങൾ ഇത് ചെയ്യാൻ പോകുകയാണോ? ആർ യു ഗോയിങ് ടു ഡു ദിസ്. ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. ആർ യു ഗോയിങ് ടു ഡു ദിസ്. നിങ്ങൾ ഇത് ചെയ്യാൻ പോകുകയാണോ? കാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ദെയർ ലിവ്ഡ് എ കിങ് ഇൻ ദ ജംഗിൾ. രാജാവ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കിങ്. കാട്, ജംഗിൾ. ജീവിക്കുക, ലിവ്. ജീവിച്ചു, ലിവ്ഡ്. ദെയർ ലിവ്ഡ് എ കിങ് ഇൻ ദ ജംഗിൾ. കാട്ടിൽ ഒരു രാജാവ് ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ കാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ബോസിനെ കാണാൻ പറ്റില്ല. ഇഫ് യു ഡോണ്ട് ഡു ഹറി യു വിൽ മിസ് ദ ബോസ്. പെട്ടെന്ന് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹറി. അവസരം നഷ്ടപ്പെടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മിസ്. ഇഫ് യു ഡോണ്ട് ഡു ഹറി യു വിൽ മിസ് ദ ബോസ്. നിങ്ങൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ബോസിനെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ബോസിനെ കാണാനുള്ള അവസരം കിട്ടില്ല. രാജു മുമ്പൊരിക്കലും ഇത്തരമൊരു തെറ്റ് ചെയ്തിട്ടില്ല. രാജു ഹാസ് നെവർ മെയ്ഡ് സച്ച് എ മിസ്റ്റേക്ക് ബിഫോർ. ഒരിക്കലും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നെവർ. തെറ്റ്, മിസ്റ്റേക്ക്. മുൻപ്, ബിഫോർ. രാജു ഹാസ് നെവർ മെയ്ഡ് സച്ച് എ മിസ്റ്റേക്ക് ബിഫോർ. രാജു മുമ്പൊരിക്കലും ഇത്തരമൊരു തെറ്റ് ചെയ്തിട്ടില്ല. അവൻ എല്ലാറ്റിനും പ്രശ്നമുണ്ടാക്കുന്നു. ഹി മേക്സ് ദ ഇഷ്യൂ ഓഫ് എവറിത്തിങ്. ഉണ്ടാക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മേക്ക്.
പ്രശ്നം, ഇഷ്യൂ. എല്ലാറ്റിനും, എവ്രിതിങ്. ഹി മേക്സ് ദ ഇഷ്യൂ ഓഫ് എവ്രിതിങ്. അവൻ എല്ലാറ്റിനും പ്രശ്നമുണ്ടാക്കുന്നു. ജീവിതത്തിൽ എന്താകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വാട്ട് യു വാണ്ട് ടു ബി ഇൻ ലൈഫ്? ജീവിതം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലൈഫ്. ആഗ്രഹിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വാണ്ട്. വാട്ട് യു വാണ്ട് ടു ബി ഇൻ ലൈഫ്? ജീവിതത്തിൽ എന്താകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഒരു അറിയിപ്പ് നൽകാനാണ് ഞങ്ങൾ വന്നത്. വി കെയിം ടു ഗിവ് യു എ നോട്ടീസ്. വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. വന്നു, കെയിം. തരിക, ഗീവ്. അറിയിപ്പ്, നോട്ടീസ്. വി കെയിം ടു ഗിവ് യു എ നോട്ടീസ്. നിങ്ങൾക്കൊരു അറിയിപ്പ് നൽകാനാണ് ഞങ്ങൾ വന്നത്. അവൻ്റെ കഴുത്തിൽ കാണുന്ന ആ മാലയുടെ വില 5 ലക്ഷം രൂപയാണ്. The cost of that necklace which you see on his neck is 5 lakhs. വില എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോസ്റ്റ്. കാണുക, see. കഴുത്ത്, neck. The cost of that necklace which you see on his neck is 5 lakhs. അവൻ്റെ കഴുത്തിൽ കാണുന്ന ആ മാലയുടെ വില 5 ലക്ഷം രൂപയാണ്. ഞാൻ 150 വാക്യങ്ങൾ പൂർത്തിയാക്കി. I have completed 150 sentences. പൂർത്തിയാക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കംപ്ലീറ്റ്. പൂർത്തിയാക്കി, കംപ്ലീറ്റഡ്. വാക്യങ്ങൾ, സെൻറ്റൻസസ്. ഐ ഹാവ് കംപ്ലീറ്റഡ് 150 സെൻറ്റൻസസ്. ഞാൻ 150 വാക്യങ്ങൾ പൂർത്തിയാക്കി. മാറ്റാൻ പറ്റാത്ത പഴയകാല അല്ലെങ്കിൽ മുൻകാല സംഭവങ്ങളെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ദർ ഈസ് നോ യൂസ് ഇൻ വറിയിങ് ഓവർ പാസ്റ്റ് ഇവൻറ്റ്സ് വിച്ച് കനോട്ട് ബി ചേഞ്ച്ഡ്. കാര്യമില്ല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ യൂസ്. വിഷമിക്കുക, വറി. പഴയകാല സംഭവങ്ങൾ അല്ലെങ്കിൽ മുൻകാല സംഭവങ്ങൾ, പാസ്റ്റ് ഇവൻറ്റ്സ്. മാറ്റാൻ പറ്റാത്ത, കനോട്ട് ബി ചേഞ്ച്ഡ്. മാറ്റുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ചേഞ്ച്. ദർ ഈസ് നോ യൂസ് ഇൻ വറിയിങ് ഓവർ പാസ്റ്റ് ഇവൻറ്റ്സ് വിച്ച് കനോട്ട് ബി ചേഞ്ച്ഡ്. മാറ്റാൻ പറ്റാത്ത പഴയകാല അല്ലെങ്കിൽ മുൻകാല സംഭവങ്ങളെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാൻ സത്യമാണ് സംസാരിക്കുന്നത്. ഐ ആം സ്പീക്കിംഗ് ദ ട്രൂത്ത്. സംസാരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്പീക്ക്. സത്യം, ട്രൂത്ത്. ഐ ആം സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഞാൻ സത്യമാണ് സംസാരിക്കുന്നത്. എന്നെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വലിച്ചിടരുത്. ഡോണ്ട് ഡ്രാഗ് മീ ഇൻ ടു യുവർ മാറ്റർ. വലിച്ചിടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്രാഗ്. കാര്യം, മാറ്റർ. ഡോണ്ട് ഡ്രാഗ് മീ ഇൻ ടു യുവർ മാറ്റർ. എന്നെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വലിച്ചിടരുത്. അത് മതി, ദാറ്റ്സ് ഇനഫ്. മതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇനഫ്. ദാറ്റ്സ് ഇനഫ്. അത് മതി. നിങ്ങൾ ഭാഗ്യവാനാണ്. യു ആർ ഫോർച്ചുനേറ്റ്. ഭാഗ്യവാൻ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫോർച്ചുനേറ്റ്. യു ആർ ഫോർച്ചുനേറ്റ്. നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾ വളരെ ശാഠ്യക്കാരനാണ്. യു ആർ സോ സ്റ്റബേൺ. ശാഠ്യക്കാരൻ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിക്കാരൻ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റബേൺ. വളരെ, സോ. യു ആർ സോ സ്റ്റബേൺ. നിങ്ങൾ വളരെ ശാഠ്യക്കാരനാണ്. നിങ്ങൾ മോശമായി പെരുമാറിയാൽ ഞാൻ ഇവിടെ നിന്ന് പോകും. ഇഫ് യു മിസ്ബിഹേവ് ഐ വിൽ ഗോ ഫ്രം ഹിയർ. മോശമായി പെരുമാറുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മിസ്ബിഹേവ്. പോകുക, ഗോ. ഇവിടെ നിന്ന്, ഫ്രം ഹിയർ. ഇഫ് യു മിസ്ബിഹേവ് ഐ വിൽ ഗോ ഫ്രം ഹിയർ. നിങ്ങൾ മോശമായി പെരുമാറിയാൽ ഞാൻ ഇവിടെ നിന്ന് പോകും. ഇതിനിടയിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഇൻ ദ മീൻ ടൈം വി ടോക്ക്ഡ് എ ലോട്ട്. ഇതിനിടയിൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മീൻ ടൈം. സംസാരിക്കുക, ടോക്ക്. സംസാരിച്ചു, ടോക്ക്ഡ്. ഒരുപാട്, എ ലോട്ട്. ഇൻ ദ മീൻ ടൈം വി ടോക്ക്ഡ് എ ലോട്ട്. ഇതിനിടയിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഞാൻ പോയില്ല. ഐ ഡിഡ്ന്റ് ഗോ. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഐ ഡിഡ്ന്റ് ഗോ. ഞാൻ പോയില്ല. വാതിലും ജനലുകളും തുറക്കുക. ഓപ്പൺ ദ ഡോർ ആൻഡ് വിൻഡോസ്. വാതിൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡോർ. ജനലുകൾ, വിൻഡോസ്. തുറക്കുക, ഓപ്പൺ. ഓപ്പൺ ദ ഡോർ ആൻഡ് വിൻഡോസ്. വാതിലും ജനലുകളും തുറക്കുക. എന്തുകൊണ്ടാണ് ഞാൻ എന്നോടിത് ചെയ്തത്? വൈ ഡിഡ് ഐ ഡു ദിസ് ടു മൈസെൽഫ്? ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. ചെയ്തു, ഡിഡ്. എന്തുകൊണ്ട്? വൈ. എന്നോട്, മൈസെൽഫ്. വൈ ഡിഡ് ഐ ഡു ദിസ് ടു മൈസെൽഫ്? എന്തുകൊണ്ടാണ് ഞാനിത് എന്നോട് ചെയ്തത്? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് ചിന്തിക്കുന്നു. തിങ്കിങ് ഓഫ് ഹൗ ടു റിസോൾവ് ദിസ് പ്രോബ്ലം. ചിന്തിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് തിങ്ക്. എങ്ങനെ, ഹൗ. പരിഹരിക്കുക, റിസോൾവ്. പ്രശ്നം, പ്രോബ്ലം.
തിങ്കിങ് ഓഫ് ഹൗ ടു റിസോൾവ് ദിസ് പ്രോബ്ലം. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് ചിന്തിക്കുന്നു. നടൻ ഹൃതിക് നൃത്തം ചെയ്യുന്ന രീതി എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ദ വേ ആക്ടർ ഹൃതിക് ഡാൻസസ്. ഇഷ്ടപ്പെടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലൈക്ക്. രീതി വേ. നൃത്തം ചെയ്യുക ഡാൻസസ്. ഐ ലൈക്ക് ദ വേ ആക്ടർ ഹൃതിക് ഡാൻസസ്. നടൻ ഹൃതിക് നൃത്തം ചെയ്യുന്ന രീതി എനിക്കിഷ്ടമാണ്. ഇന്നും വൈകിയാണ് നിങ്ങൾ വന്നത്. യു കെയിം ലേറ്റ് ഈവൻ ടുഡേ. വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. വന്നു കെയിം. വൈകുക ലേറ്റ്. യു കെയിം ലേറ്റ് ഈവൻ ടുഡേ. ഇന്നും നിങ്ങൾ വൈകിയാണ് വന്നത്. കുട്ടിക്കാലത്ത് ഓരോ കുട്ടിയും താൻ വലുതാകുമ്പോൾ ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ആകുമെന്ന് പറയുന്നു. എവറി ചൈൽഡ് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ് സെയ്സ് ദാറ്റ് ഹി വിൽ ബിക്കം ആൻ എഞ്ചിനീയർ, എ ഡോക്ടർ ഓർ എ സയൻറ്റിസ്റ്റ് വെൻ ഹി ഗ്രോസ് അപ്പ്. ഓരോ കുട്ടിയും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എവറി ചൈൽഡ്. കുട്ടിക്കാലം ചൈൽഡ്ഹുഡ്. ആകുക ബിക്കം. വളരുക അല്ലെങ്കിൽ വലുതാകുക ഗ്രോ. എവറി ചൈൽഡ് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ് സെയ്സ് ദാറ്റ് ഹി വിൽ ബിക്കം ആൻ എഞ്ചിനീയർ, എ ഡോക്ടർ ഓർ എ സയൻറ്റിസ്റ്റ് വെൻ ഹി ഗ്രോസ് അപ്പ്. കുട്ടിക്കാലത്ത് ഓരോ കുട്ടിയും താൻ വലുതാകുമ്പോൾ ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ആകുമെന്ന് പറയുന്നു. നോക്കൂ അവൻ വന്നിരിക്കുന്നു. ലുക്ക് ഹി ഹാസ് കം. വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. നോക്കുക ലുക്ക്. ലുക്ക് ഹി ഹാസ് കം. നോക്കൂ അവൻ വന്നിരിക്കുന്നു. ഞാൻ 2000 രൂപയ്ക്ക് മൊബൈൽ കൊടുത്തു. ഐ ഗേവ് ദ മൊബൈൽ ഫോർ 2000 rupees. കൊടുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗീവ്. കൊടുത്തു ഗേവ്. ഐ ഗേവ് ദ മൊബൈൽ ഫോർ 2000 rupees. ഞാൻ 2000 രൂപയ്ക്ക് മൊബൈൽ കൊടുത്തു. അത് എവിടെ നിന്നാണ് വന്നത്? വേർ ഡിഡ് ഇറ്റ് കം ഫ്രം. വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. എവിടെ വേർ. വേർ ഡിഡ് ഇറ്റ് കം ഫ്രം. അത് എവിടെ നിന്നാണ് വന്നത്? നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. യുവർ ഫോൺ ഈസ് സ്വിച്ച്ഡ് ഓഫ്. ഞാൻ കൈകാര്യം ചെയ്യും. ഐ വിൽ മാനേജ്. കൈകാര്യം ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മാനേജ്. ഐ വിൽ മാനേജ്. ഞാൻ കൈകാര്യം ചെയ്യും. അവനോട് പരാതി പറയുന്നത് നല്ലതല്ല. ഇറ്റ്സ് നോ ഗുഡ് ടു കംപ്ലൈൻ ടു ഹിം. പരാതി പറയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കംപ്ലൈൻ. ഇറ്റ്സ് നോ ഗുഡ് ടു കംപ്ലൈൻ ടു ഹിം. അവനോട് പരാതി പറയുന്നത് നല്ലതല്ല. നിങ്ങൾക്ക് ബോധമുണ്ടോ? ആർ യു കോൺഷ്യസ്. ബോധം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോൺഷ്യസ്. ആർ യു കോൺഷ്യസ്. നിങ്ങൾക്ക് ബോധമുണ്ടോ? ഇന്ന് ഞാൻ 100 വാക്യങ്ങൾ ഉണ്ടാക്കുന്നു. ടുഡേ ഐ എം ക്രിയേറ്റിംഗ് 100 sentences. ഉണ്ടാക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്രിയേറ്റ്. വാക്യങ്ങൾ സെൻറ്റൻസസ്. ടുഡേ ഐ എം ക്രിയേറ്റിംഗ് 100 sentences. ഇന്ന് ഞാൻ 100 വാക്യങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ നിങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഐ തിങ്ക് ഐ ഹാവ് സീൻ യു ബിഫോർ. കരുതുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് തിങ്ക്. കാണുക സീ. മുൻപ് ബിഫോർ. ഐ തിങ്ക് ഐ ഹാവ് സീൻ യു ബിഫോർ. ഞാൻ നിങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അവൻ നിങ്ങളോടൊപ്പമുണ്ടോ? ഈസ് ഹി വിത്ത് യു. നിങ്ങളോടൊപ്പം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വിത്ത് യു. ഈസ് ഹി വിത്ത് യു. അവൻ നിങ്ങളോടൊപ്പമുണ്ടോ? രാജു അവനെ പോകാൻ അനുവദിക്കുന്നില്ല. രാജു ഡസൻറ്റ് ലെറ്റ് ഹിം ഗോ. അനുവദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലെറ്റ്. പോകുക ഗോ. രാജു ഡസൻറ്റ് ലെറ്റ് ഹിം ഗോ. രാജു അവനെ പോകാൻ അനുവദിക്കുന്നില്ല. അവൻ ഈ ജോലി ചെയ്യണം. ഹി ഹാസ് ടു ഡു ദിസ് വർക്ക്. ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. ജോലി വർക്ക്. ഹി ഹാസ് ടു ഡു ദിസ് വർക്ക്. അവൻ ഈ ജോലി ചെയ്യണം. മറ്റുള്ളവരെ ചതിക്കുന്നത് അവൻ വെറുക്കുന്നു. ഹി ഹേറ്റ്സ് ചീറ്റിംഗ് ഓൺ അതേഴ്സ്. വെറുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹേറ്റ്. ചതിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക ചീറ്റ്. മറ്റുള്ളവരെ അതേഴ്സ്. ഹി ഹേറ്റ്സ് ചീറ്റിംഗ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരെ ചതിക്കുന്നത് അവൻ വെറുക്കുന്നു. അവൻ ഒരു ദിവസം 1 പാക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു. ഹി യൂസ് ടു സ്മോക്ക് 1 packet of cigarettes a day. ഉപയോഗിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് യൂസ്. സിഗരറ്റ് വലിക്കുക സ്മോക്ക്. ഹി യൂസ് ടു സ്മോക്ക് 1 packet of cigarettes a day. അവൻ ഒരു ദിവസം 1 പാക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഡൽഹിയിലേക്ക് പോകുന്നത്? വൈ ആർ യു ഗോയിങ് ടു ഡൽഹി. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. വൈ ആർ യു ഗോയിങ് ടു ഡൽഹി. നിങ്ങൾ എന്തിനാണ് ഡൽഹിയിലേക്ക് പോകുന്നത്? ഒരു പെൺകുട്ടി ഇത് നിങ്ങൾക്ക് നൽകിയോ? ഡിഡ് എ ഗേൾ ഗിവ് യു ദിസ്. നൽകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗിവ്. പെൺകുട്ടി ഗേൾ.
ഡിഡ് എ ഗേൾ ഗിവ് യു ദിസ്? ഒരു പെൺകുട്ടി ഇത് നിങ്ങൾക്ക് നൽകിയോ? ഈ തിങ്കളാഴ്ച യോഗം നടന്നേക്കാം. ദ മീറ്റിംഗ് മേ ബി ഹെൽഡ് ഓൺ ദിസ് മൺഡേ. യോഗം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മീറ്റിംഗ്. നടത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹോൾഡ്, നടത്തി, ഹെൽഡ്. ദ മീറ്റിംഗ് മേ ബി ഹെൽഡ് ഓൺ ദിസ് മൺഡേ. ഈ തിങ്കളാഴ്ച യോഗം നടന്നേക്കാം. നിങ്ങൾ എന്നോട് വളരെ അസൂയപ്പെടുന്നു. യു ആർ സോ ജെലസ് ഓഫ് മീ. അസൂയ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ജെലസ്. യു ആർ സോ ജെലസ് ഓഫ് മീ. നിങ്ങൾ എന്നോട് വളരെ അസൂയപ്പെടുന്നു. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബോദർ യു. ആഗ്രഹിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വാണ്ട്. ശല്യപ്പെടുത്തുക, ബോദർ. ഐ ഡോണ്ട് വാണ്ട് ടു ബോദർ യു. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സത്യസന്ധതയോടെ ജീവിക്കുന്നു. യു ലിവ് വിത്ത് ഓണസ്റ്റി. സത്യസന്ധത എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഓണസ്റ്റി. ജീവിക്കുക, ലിവ്. യു ലിവ് വിത്ത് ഓണസ്റ്റി. നിങ്ങൾ സത്യസന്ധതയോടെ ജീവിക്കുന്നു. എനിക്ക് അവൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് അറ്റൻഡ് ഹിസ് വെഡിങ്. പങ്കെടുക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അറ്റൻഡ്. വിവാഹം, വെഡിങ്. ഐ കുഡിൻ അറ്റൻഡ് ഹിസ് വെഡിങ്. എനിക്ക് അവൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആരാണിത് ചെയ്യുന്നത്? ഹൂ ഡസ് ദിസ്. ചെയ്യുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡു. ഹൂ ഡസ് ദിസ്. ആരാണിത് ചെയ്യുന്നത്? വഴക്കുണ്ടാക്കാൻ 2 പേർ വേണം. ഇറ്റ് ടേക്സ് 2 people ടു മേക്ക് എ ക്വാറൽ. വഴക്കുണ്ടാക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്വാറൽ. ഇറ്റ് ടേക്സ് 2 people ടു മേക്ക് എ ക്വാറൽ. വഴക്കുണ്ടാക്കാൻ 2 പേർ വേണം. നമുക്ക് പരസ്പരം പരിചയപ്പെടാം. ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ. പരിചയപ്പെടുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗെറ്റ് ടു നോ. പരസ്പരം, ഈച്ച് അതർ. ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ. നമുക്ക് പരസ്പരം പരിചയപ്പെടാം. ഇത് പറയാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെടുന്നു? ഹൗ ഡെയർ യു സേ ദിസ്. പറയുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സേ. ധൈര്യം, ഡയർ. ഹൗ ഡെയർ യു സേ ദിസ്. ഇത് പറയാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെടുന്നു? നമുക്കൊരു ദിവസം 100 വാക്യങ്ങൾ പഠിക്കാം. ലെറ്റ് us ലേൺ 100 sentences in a day. പഠിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലേൺ. വാക്യങ്ങൾ, സെൻറ്റൻസസ്. ലെറ്റ്സ് ലേൺ 100 sentences in a day. നമുക്കൊരു ദിവസം 100 വാക്യങ്ങൾ പഠിക്കാം. എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട്. ഐ ആം ആംഗ്രി വിത്ത് യു. ദേഷ്യം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആംഗ്രി. ഐ ആം ആംഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട്. നിങ്ങളുടെ കുട്ടിയെ പരിപാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? കാൻഡ് യു ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്. കഴിയുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്യാൻ. പരിപാലിക്കുക, ടേക്ക് കെയർ. കുട്ടി, കിഡ്. കാൻഡ് യു ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്. നിങ്ങളുടെ കുട്ടിയെ പരിപാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഞാൻ അത്താഴം വിളമ്പുന്നു. ഐ എം സെർവിങ് ഡിന്നർ. വിളമ്പുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സെർവ്. അത്താഴം, ഡിന്നർ. ഐ എം സെർവിങ് ഡിന്നർ. ഞാൻ അത്താഴം വിളമ്പുന്നു. നിങ്ങൾ ഇത്രയും മോശപ്പെട്ട ഒരാളായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഐ നെവർ തോട്ട് യു കുഡ് ബി സച്ച് എ ബാഡ് പേഴ്സൺ. മോശപ്പെട്ട ആൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബാഡ് പേഴ്സൺ. ഒരിക്കലും, നെവർ. ഐ നെവർ തോട്ട് യു കുഡ് ബി സച്ച് എ ബാഡ് പേഴ്സൺ. നിങ്ങൾ ഇത്രയും മോശപ്പെട്ട ഒരാളായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എൻ്റെ വികാരങ്ങൾ അവന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഹി കുഡ് നെവർ അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. മനസ്സിലാക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അണ്ടർസ്റ്റാൻഡ്. വികാരങ്ങൾ, ഫീലിങ്സ്. ഒരിക്കലും, നെവർ. ഹി കുഡ് നെവർ അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. എൻ്റെ വികാരങ്ങൾ അവന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. റോഡ് വീതിയുള്ളതാണ്. ദ റോഡ് ഈസ് വൈഡ്. വീതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വൈഡ്. ദ റോഡ് ഈസ് വൈഡ്. റോഡ് വീതിയുള്ളതാണ്. അവിടെ എത്താൻ 2 മണിക്കൂർ കാണിക്കുന്നു. ഇറ്റ് ഈസ് ഷോയിങ് 2 hours ടു റീച്ച് ദെയർ. കാണിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഷോ. എത്തുക, റീച്ച്. ഇറ്റ് ഈസ് ഷോയിങ് 2 hours ടു റീച്ച് ദെയർ. അവിടെ എത്താൻ 2 മണിക്കൂർ കാണിക്കുന്നു. ഒരു ദിവസം 10 വാക്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഡു യു വാണ്ട് ടു ലേൺ 10 sentences in a day? ആഗ്രഹിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വാണ്ട്. പഠിക്കുക, ലേൺ. വാക്യങ്ങൾ, സെൻറ്റൻസസ്. ഒരു ദിവസം, ഇൻ എ ഡേ. ഡു യു വാണ്ട് ടു ലേൺ 10 sentences in a day? ഒരു ദിവസം 10 വാക്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്കൊരു ബ്ലാക്ക് കളർ സെക്കൻഡ് ഹാൻഡ് കാർ ഉണ്ട്. ഐ ഹാവ് എ ബ്ലാക്ക് കളർ സെക്കൻഡ് ഹാൻഡ് കാർ. മറ്റൊരാൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ മുൻപ് മറ്റൊരാളുടെ കൈവശമായിരുന്ന കാർ, അതാണ് സെക്കൻഡ് ഹാൻഡ് കാർ.
ഐ ഹാവ് എ ബ്ലാക്ക് കളർ സെക്കൻഡ് ഹാൻഡ് കാർ. എനിക്കൊരു ബ്ലാക്ക് കളർ സെക്കൻഡ് ഹാൻഡ് കാർ ഉണ്ട്. ഒരു ഡോക്ടർ ആയിരുന്നിട്ടും നിങ്ങളെപ്പോലെ ഞാനും നിസ്സഹായനാണ്. ഇൻസ്പൈറ്റ് ഓഫ് ബീങ് എ ഡോക്ടർ, ഐ ആം ആസ് ഹെൽപ്ലെസ് ആസ് യു ആർ. എന്നിട്ട് പോലും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻസ്പൈറ്റ് ഓഫ്. നിസ്സഹായൻ, ഹെൽപ്ലെസ്. ഇൻസ്പൈറ്റ് ഓഫ് ബീങ് എ ഡോക്ടർ, ഐ ആം ആസ് ഹെൽപ്ലെസ് ആസ് യു ആർ. ഒരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും നിങ്ങളെപ്പോലെ ഞാനും നിസ്സഹായനാണ്. നിങ്ങളോട് അനീതി ചെയ്തിട്ടുണ്ടെന്ന് അവനറിയാം. ഹീ നോസ് ഇൻജസ്റ്റിസ് ഹാസ് ബീൻ ഡൺ ടു യു. അനീതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻജസ്റ്റിസ്. അറിയാം, നോ. ചെയ്യുക, ഡു. ഹീ നോസ് ഇൻജസ്റ്റിസ് ഹാസ് ബീൻ ഡൺ ടു യു. നിങ്ങളോട് അനീതി ചെയ്തിട്ടുണ്ടെന്ന് അവനറിയാം. നിങ്ങളിലൊരാൾ ഇത് ചെയ്തു. എയ്തർ ഓഫ് യു ഹാസ് ഡൺ ദിസ്. നിങ്ങളിലൊരാൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എയ്തർ ഓഫ് യു. ചെയ്യുക, ഡു. എയ്തർ ഓഫ് യു ഹാസ് ഡൺ ദിസ്. നിങ്ങളിലൊരാൾ ഇത് ചെയ്തു. നിങ്ങൾ എനിക്കായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഹാവ് യു ആസ്ക്ഡ് ഫോർ മീ? ആവശ്യപ്പെടുക അല്ലെങ്കിൽ ചോദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ആസ്ക്. ഹാവ് യു ആസ്ക്ഡ് ഫോർ മീ? നിങ്ങൾ എനിക്കായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ട്രെയിനിൽ വലിയ തിരക്കായിരുന്നു. ദെർ വാസ് എ ഗ്രേറ്റ് റഷ് ഓൺ ദ ട്രെയിൻ. തിരക്ക് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റഷ്. ദെർ വാസ് എ ഗ്രേറ്റ് റഷ് ഓൺ ദ ട്രെയിൻ. ട്രെയിനിൽ വലിയ തിരക്കായിരുന്നു. ഇത്രയും കാലം ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ യു ഫോർ സോ ലോങ്. അന്വേഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലുക്ക് ഫോർ. ഇത്രയും കാലം, സോ ലോങ്. ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ യു ഫോർ സോ ലോങ്. ഇത്രയും കാലം ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. എപ്പോഴും ബന്ധം നിലനിർത്തുക, കീപ്പ് ഇൻ ടച്ച്. എല്ലാവരും ഈ ജോലി ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കുന്നു. ഓൾ റെക്കമെൻഡ് ടേക്കിംഗ് അപ്പ് ദിസ് ജോബ്. നിർദ്ദേശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റെക്കമെൻഡ്. ഏറ്റെടുക്കുക, ടേക്ക് അപ്പ്. ജോലി, ജോബ്. ഓൾ റെക്കമെൻഡ് ടേക്കിംഗ് അപ്പ് ദിസ് ജോബ്. എല്ലാവരും ഈ ജോലി ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കുന്നു. ഒരു തർക്കത്തിൽ നിങ്ങൾക്ക് അവനെ ജയിക്കാൻ കഴിയില്ല. യു കനോട്ട് വിൻ ഹിം ഇൻ ആൻ ആർഗ്യുമെൻറ്റ്. ജയിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വിൻ. കഴിയില്ല, കനോട്ട്. തർക്കം, ആർഗ്യുമെൻറ്റ്. യു കനോട്ട് വിൻ ഹിം ഇൻ ആൻ ആർഗ്യുമെൻറ്റ്. ഒരു തർക്കത്തിൽ നിങ്ങൾക്ക് അവനെ ജയിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ സുഹൃത്തായി തിരഞ്ഞെടുക്കും. ഐ വിൽ ചൂസ് യു ആസ് മൈ ഫ്രണ്ട്. തിരഞ്ഞെടുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ചൂസ്. സുഹൃത്ത്, ഫ്രണ്ട്. ഐ വിൽ ചൂസ് യു ആസ് ഫ്രണ്ട്. ഞാൻ നിങ്ങളെ സുഹൃത്തായി തിരഞ്ഞെടുക്കും. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഡോണ്ട് ടേക്ക് മീ റോങ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അവിടെ സൂക്ഷിക്കാത്തത്? വൈ ഡോണ്ട് യു കീപ്പ് ഇറ്റ് ദെയർ? സൂക്ഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കീപ്പ്. വൈ ഡോണ്ട് യു കീപ്പ് ഇറ്റ് ദെയർ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അവിടെ സൂക്ഷിക്കാത്തത്? നിങ്ങളുടെ നഖങ്ങൾ കടിക്കരുത്. ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്. കടിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബൈറ്റ്. നഖങ്ങൾ, നെയിൽസ്. ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്. നിങ്ങളുടെ നഖങ്ങൾ കടിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വഴക്ക് നിർത്തുമോ? വിൽ യു ടു സ്റ്റോപ്പ് ക്വാറലിംഗ് നൗ? നിർത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോപ്പ്. വഴക്ക്, ക്വാറൽ. വിൽ യു ടു സ്റ്റോപ്പ് ക്വാറലിംഗ് നൗ? നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വഴക്ക് നിർത്താമോ? ഞാൻ ഇവിടെ താമസിക്കുന്നു. ഐ എം സ്റ്റേയിങ് ഹിയർ. താമസിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേ. ഐ എം സ്റ്റേയിങ് ഹിയർ. ഞാൻ ഇവിടെ താമസിക്കുന്നു. ഞാൻ ആസ്വദിക്കുന്നു. ഐ എം ഹാവിങ് ഫൺ. ആസ്വദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹാവിങ് ഫൺ. ഐ എം ഹാവിങ് ഫൺ. ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ ഭക്ഷണം വിളമ്പുകയാണ്. ഐ എം സെർവിങ് ദ ഫുഡ്. വിളമ്പുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെർവ്. ഭക്ഷണം, ഫുഡ്. ഐ എം സെർവിങ് ദ ഫുഡ്. ഞാൻ ഭക്ഷണം വിളമ്പുകയാണ്. എനിക്ക് ഇത്തവണ അത് ചെയ്യാൻ കഴിയില്ല. ഐ കാൺ മേക്ക് ഇറ്റ് ദിസ് ടൈം. കഴിയില്ല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കനോട്ട്. അത് ചെയ്യുക, മേക്ക് ഇറ്റ്. ഇത്തവണ, ദിസ് ടൈം. ഐ കാൺ മേക്ക് ഇറ്റ് ദിസ് ടൈം. ഇത്തവണ അതെനിക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ആർ യു സ്റ്റിൽ വർക്കിംഗ് ദെയർ? ഇപ്പോഴും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റിൽ. ജോലി ചെയ്യുക, വർക്കിംഗ്. അവിടെ, ദെയർ. ആർ യു സ്റ്റിൽ വർക്കിംഗ് ദെയർ? നിങ്ങൾ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ജോലി എന്നത് ഒരു ഒഴികഴിവ് മാത്രമാണ്. വർക്ക് ഈസ് ജസ്റ്റ് ആൻ എക്സ്ക്യൂസ്. ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. ഒഴികഴിവ്,
എക്സ്ക്യൂസ്. വർക്ക് ഈസ് ജസ്റ്റ് ആൻ എക്സ്ക്യൂസ്. ജോലി എന്നത് ഒരു ഒഴികഴിവ് മാത്രമാണ്. എനിക്ക് ഫ്രഞ്ച് അറിയില്ല. ഐ ഡോണ്ട് നോ ഫ്രഞ്ച്. അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. ഐ ഡോണ്ട് നോ ഫ്രഞ്ച്. എനിക്ക് ഫ്രഞ്ച് അറിയില്ല. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഐ ഹാവ് സം വർക്ക്. ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. കുറച്ച്, സം. ഐ ഹാവ് സം വർക്ക്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കാണേണ്ട ഒരേ ഒരു സ്ഥലമുണ്ട്. ദർ ഈസ് ഓൺലി വൺ പ്ലേസ് ദാറ്റ് ഈസ് വർത്ത് സീയിങ്. കാണേണ്ടതായിട്ടുള്ള എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വർത്ത് സീയിങ്. സ്ഥലം, പ്ലേസ്. ദർ ഈസ് ദ ഓൺലി പ്ലേസ് ദാറ്റ് ഈസ് വർത്ത് സീയിങ്. കാണേണ്ടതായിട്ടുള്ള ഒരേ ഒരു സ്ഥലമുണ്ട്. എന്താണ് കാര്യം? വാട്ട്സ് ദ മാറ്റർ. കാര്യം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മാറ്റർ. എന്ത്? വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് കാര്യം? ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ഹൂ ടോൾഡ് യു. പറയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടെൽ. പറഞ്ഞു, ടോൾഡ്. ആര്? ഹൂ ടോൾഡ് യു. ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അവൻ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഹി ഡൂയിങ്. അവൻ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹി. ചെയ്യുക, ഡു. വാട്ട് ഈസ് ഹി ഡൂയിങ്. അവൻ എന്താണ് ചെയ്യുന്നത്? എത്ര ദൂരം? വാട്ട് ഫാർ. അകലെ അല്ലെങ്കിൽ ദൂരം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫാർ. വാട്ട് ഫാർ. എത്ര ദൂരം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്. ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. വാട്ട് ആർ യു ഡൂയിങ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എവിടെയായിരുന്നു? വേർ വേർ യു. എവിടെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വേർ. വേർ വേർ യു. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എപ്പോഴാണ് വന്നത്? വെൻ ഡിഡ് യു കം. വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. എപ്പോൾ? വെൻ ഡിഡ് യു കം. നിങ്ങൾ എപ്പോഴാണ് വന്നത്? നിങ്ങൾ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ. പറയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സേ. വാട്ട് ഡിഡ് യു സേ. നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് പറയുന്നത്? വാട്ട് യു സേ. പറയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സേ. വാട്ട് യു സേ. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ പക്കൽ എന്താണ്? വാട്ട് യു ഹാവ്. നിങ്ങൾക്ക് എന്തറിയാം? വാട്ട് യു നോ. അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. എന്ത്? വാട്ട്. നിങ്ങൾക്ക് എന്തറിയാം? വാട്ട് യു നോ. നിങ്ങളൊരു കാര്യം ചെയ്യുമോ? വിൽ യു ഡു വൺ തിങ്. ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. ഒരു കാര്യം, വൺ തിങ്. വിൽ യു ഡു വൺ തിങ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ? എന്താണ് കാരണം? വാട്ട് ഈസ് ദ റീസൺ. കാരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റീസൺ. എന്താണ്? വാട്ട് ഈസ് ദ റീസൺ. എന്താണ് കാരണം? നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നൈസ് ടു മീറ്റ് യു. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മീറ്റ്. നൈസ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങളോ? ഐ ആം ഫൈൻ. ആൻഡ് യു. സുഖമായിരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫൈൻ. ഐ ആം ഫൈൻ. ആൻഡ് യു. ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങളോ? ദയവായി കിടക്ക് വിരിക്കുക. മേക്ക് ദ ബെഡ് പ്ലീസ്. കിടക്ക് വിരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മേക്ക് ദ ബെഡ്. മേക്ക് ദ ബെഡ് പ്ലീസ്. ദയവായി കിടക്ക് വിരിക്കുക. ലഗേജ് തുറക്കുക. അൺപാക്ക് ദ ലഗേജ്. തുറക്കുക അല്ലെങ്കിൽ അഴിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അൺപാക്ക്. അൺപാക്ക് ദ ലഗേജ്. ലഗേജ് തുറക്കുക. സൂചിയിൽ നൂല് കോർക്കുക. ത്രെഡ് ദ നീഡിൽ. സൂചി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നീഡിൽ. നൂല്, ത്രെഡ്. ത്രെഡ് ദ നീഡിൽ. സൂചിയിൽ നൂല് കോർക്കുക. മെഴുകുതിരി ഊതുക. ബ്ലോ ഔട്ട് ദ ക്യാൻഡിൽ. ഊതുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബ്ലോ. മെഴുകുതിരി, ക്യാൻഡിൽ. ബ്ലോ ഔട്ട് ദ ക്യാൻഡിൽ. മെഴുകുതിരി ഊതുക. പോയി സ്വയം ആസ്വദിക്കുക. ഗോ ആൻഡ് എൻജോയ് യുവർ സെൽഫ്. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ആസ്വദിക്കുക, എൻജോയ്. സ്വയം, യുവർ സെൽഫ്. ഗോ ആൻഡ് എൻജോയ് യുവർ സെൽഫ്. പോയി സ്വയം ആസ്വദിക്കുക. നിങ്ങളുടെ ഷൂസ് അഴിച്ചു മാറ്റുക. ടേക്ക് ഓഫ് യുവർ ഷൂസ്. അഴിച്ചു മാറ്റുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് യുവർ ഷൂസ്. നിങ്ങളുടെ ഷൂസ് അഴിച്ചു മാറ്റുക. നാരങ്ങ പിഴിയുക അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞെടുക്കുക. സ്ക്യൂസ് ദ ലെമൺ. പിഴിയുക അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്ക്യൂസ്. സ്ക്യൂസ് ദ ലെമൺ. നാരങ്ങ പിഴിഞ്ഞെടുക്കുക. അവനെ വിളിക്കുക. റിംഗ് ഹിം അപ്പ്. വിളിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിംഗ് അപ്പ്. അവനെ, ഹിം. റിംഗ് ഹിം അപ്പ്. അവനെ വിളിക്കുക.
രാവിലെ 6 മണിക്ക് അലാറം സെറ്റ് ചെയ്യുക. സെറ്റ് ദ അലാം അറ്റ് 6 AM. അലാറം വയ്ക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സെറ്റ് ദ അലാം. സെറ്റ് ദ അലാം അറ്റ് 6 AM. രാവിലെ 6 മണിക്ക് അലാം വയ്ക്കുക. നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ജോഡിയായി മത്സരിക്കുക. പെയർ അപ്പ് ആൻഡ് കോമ്പീറ്റ്. മത്സരിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കോമ്പീറ്റ്. ജോഡിയാകുക, പെയർ അപ്പ്. പെയർ അപ്പ് ആൻഡ് കോമ്പീറ്റ്. ജോഡിയായി മത്സരിക്കുക. പെൻസിൽ കൊണ്ട് എഴുതരുത്. ഡോണ്ട് റൈറ്റ് വിത്ത് എ പെൻസിൽ. എഴുതുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റൈറ്റ്. ഡോണ്ട് റൈറ്റ് വിത്ത് എ പെൻസിൽ. പെൻസിൽ കൊണ്ട് എഴുതരുത്. ചെരുപ്പിടാതെ നഗ്നപാദത്തോടെ നടക്കരുത്. ഡോണ്ട് വോക്ക് ബെയർഫൂട്ട്. നടക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്. ചെരുപ്പിടാതെ അല്ലെങ്കിൽ നഗ്നപാദത്തോടെ അല്ലെങ്കിൽ വെറും കാലുകളോടെ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ബെയർഫൂട്ട്. മനുഷ്യനെ പോലെ ജീവിക്കുക. ലിവ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. ജീവിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലിവ്. മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്. ലിവ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. മനുഷ്യനെ പോലെ ജീവിക്കുക. കേരളത്തിലുള്ള ആളുകൾ വളരെ നല്ലവരാണ്. പീപ്പിൾ ഇൻ കേരള ആർ സോ ഗുഡ്. ആളുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പീപ്പിൾ. വളരെ നല്ലതാണ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സോ ഗുഡ്. പീപ്പിൾ ഇൻ കേരള ആർ സോ ഗുഡ്. കേരളത്തിലുള്ള ആളുകൾ വളരെ നല്ലവരാണ്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട സിമ്പിൾ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈസിയായി ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.